കണ്ടെത്താനാകില്ല. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ കുതിക്കും. സമുദ്രനിരപ്പിന് തൊട്ടുമുകളിൽ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് പാനെത്തും. ശത്രുവിന് പ്രതികരിക്കാൻ സെക്കൻഡുകൾ പോലും നൽകാതെ ആക്രമണം നടത്തും. ആധുനിക യുദ്ധത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തകർക്കാൻ ശേഷിയുള്ള ഇത്തരമൊരു അത്യാധുനിക ഹൈപ്പർസോണിക് ആയുധം വികസിപ്പിക്കാനുള്ള ദൗത്യവുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും പോലും അത് വലിയ വെല്ലുവിളിയാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ശബ്ദവേഗത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ശേഷിയും അതിതാഴ്ന്ന ഉയരത്തിൽ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാനുള്ള കഴിവും നിലവിലുള്ള വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള സാധ്യതയുമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ യുദ്ധഭൂമിയിൽ മുന്നറിയിപ്പിന് പോലും അവസരം നൽകാതെ പുതിയ തലമുറ ആയുധങ്ങളുടെ യുഗത്തിന് തുടക്കമാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ചൈനീസ് അക്കാഡമി ഓഫ് സയൻസ് ആരംഭിച്ച ഈ ഗവേഷണ പദ്ധതിയിലേക്ക് ലോക സൈനിക ശക്തികളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ പതിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ലോകത്തുപയോഗിക്കുന്ന മിക്ക ഹൈപ്പർസോണിക് മിസൈലുകളും ഉയർന്ന ഉയരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന് വിപരീതമായി ചൈന ഇപ്പോൾ പരീക്ഷിക്കുന്നത് കടലിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ അതിതാഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഒരു പുതിയ ആശയമാണ്. ഇതിലൂടെ റഡാർ കണ്ടെത്തൽ പ്രയാസകരമാവുകയും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയം ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഹൈപ്പർസോണിക് ആയുധങ്ങൾ സാധാരണയായി ശബ്ദത്തിന്റെ വേഗതയുടെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയോ ഗ്ലൈഡ് വാഹനങ്ങളെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അതിവേഗം കാരണം അവയെ തടയുന്നത് നിലവിലെ പല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ചൈനയുടെ പുതിയ ആശയം വേഗതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കടൽ നിരപ്പിനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഭൂമിയുടെ വളവും പരിസ്ഥിതിയും ഉപയോഗപ്പെടുത്തി റഡാറുകളുടെ കാഴ്ചയിൽ നിന്ന് ഭാഗികമായി മറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും ഇത് പരിശോധിക്കുന്നു. എന്നിരുന്നാലും ഇത്തരമൊരു ആയുധം വികസിപ്പിക്കുന്നത് അത്യന്തം സങ്കീർണമായ ശാസ്ത്രീയ വെല്ലുവിളിയാണ്. താഴ്ന്ന ഉയരത്തിൽ വായു സാന്ദ്രത കൂടുതലായതിനാൽ വായു പ്രതിരോധം കുത്തനെ വർദ്ധിക്കും. അതിവേഗ സഞ്ചാരത്തിന്റെ ഫലമായി മിസൈലിന്റെ പുറംഭാഗത്ത് അതിശക്തമായ താപനിലയും രൂപപ്പെടും. ഈ സാഹചര്യങ്ങളിലും സ്ഥിരതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രൊപ്പോർഷൻ സംവിധാനങ്ങളും താപപ്രതിരോധ വസ്തുക്കളും വികസിപ്പിക്കേണ്ടത് ഗവേഷകരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ ചൈനീസ് ഗവേഷകർ ഡിറ്റോനേഷൻ കമ്പസ്റ്റൻ എന്ന നൂതന എഞ്ചിൻ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് മുന്നേറുന്നത്. പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളേക്കാൾ കൂടുതൽ ത്രസ്റ്റും കാര്യക്ഷമതയും നൽകാൻ കഴിയുന്ന ഈ രീതി ഉപയോഗിച്ച് താഴ്ന്ന ഉയരത്തിലും ഹൈപ്പർസോണിക് വേഗത്തിലും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാമെന്നാണ് പ്രതീക്ഷ. ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് എന്നതും വിജയകരമായാൽ ഭാവിയിലെ മിസൈൽ വികസനത്തിന് പുതിയ വഴിത്തിരിവാകാനും സാധ്യതയുണ്ട്. പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെക്കാനിക്സ് ആണ്. ഇവ ശാസ്ത്രജ്ഞരുടെ അടിസ്ഥാന ഗവേഷണങ്ങൾക്ക് പിന്തുണ നൽകുന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം നടക്കുന്നത്. സൈനിക കാഴ്ചപ്പാടിൽ ഈ സാങ്കേതിക വിദ്യക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, തീരപ്രദേശങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ അതിവേഗത്തിൽ ലക്ഷ്യമിടാൻ കഴിയുന്ന ആയുധങ്ങൾ ഭാവിയിലെ സമുദ്രയുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. മുന്നറിയിപ്പ് സമയം കുറയുന്നതോടെ നിലവിലെ വ്യോമ മിസൈൽ പ്രതിരോധ ശൃംഖലകൾക്ക് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ പദ്ധതി ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പരീക്ഷണങ്ങളും സാങ്കേതിക പരിശോധനകളും പൂർത്തിയാക്കി പ്രായോഗിക സൈനിക വിന്യാസത്തിലേക്ക് എത്താൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ പ്രതിരോധ പദ്ധതികളും പ്രവർത്തനക്ഷമമായ ആയുധങ്ങളായി മാറണമെന്നില്ല. എന്നിരുന്നാലും ഈ ഗവേഷണം വിജയിച്ചാൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ചൈന മറ്റൊരു നിർണായക മുന്നേറ്റം കൈവരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ചൈനയുടെ ഈ പുതിയ ഹൈപ്പർസോണിക് ഗവേഷണ പദ്ധതി ഒരു മിസൈൽ വികസന ശ്രമം മാത്രമല്ല, ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെയും ആഗോള സൈനിക സന്തുലിതാവസ്ഥയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സാങ്കേതിക മുന്നേറ്റത്തിന്റെ സൂചന കൂടിയാണിത്. സമുദ്രനിരപ്പിന് തൊട്ടുമുകളിൽ അതിവേഗത്തിൽ സഞ്ചരിച്ച് റഡാർ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ആയുധങ്ങൾ യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പുനർരൂപകൽപ്പന ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാം. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ ശക്തികൾ എന്നിവ ഇതിനകം തന്നെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഈ നീക്കം ആഗോള ആയുധ മത്സരത്തെ കൂടുതൽ ശക്തമാക്കുമെന്നതിൽ സംശയമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. കൃത്രിമ ബുദ്ധി, ഡ്രോൺ സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, ഹൈപ്പർസോണിക് ആയുധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായി നിക്ഷേപം നടത്തുന്ന ചൈന സൈനിക നവീകരണത്തിൽ ആഗോള മുൻതൂക്കം നേടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഈ പുതിയ സംരംഭം വിജയിച്ചാൽ അത് ചൈനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സാങ്കേതിക നേട്ടം മാത്രമാകില്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തമായി അത് മാറുക തന്നെ ചെയ്യും.